കഴിഞ്ഞ ദിവസം വന്ന ഒരു വമ്പൻ വാർത്തയാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അവരുടെ നാവിക വിഭാഗത്തെ രൂപീകരിച്ചു എന്നുള്ളത്. അവരുടെ നാവികസേനയെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി രൂപീകരിച്ച ശേഷം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പാകിസ്ഥാന്റെ നാവികസേനയെ ആക്രമിക്കുകയും 3 സൈനികരെ കൊന്നൊടുക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായി സാധിച്ചു. ഇത് ആരാണ് പാകിസ്ഥാന്റെ ഈ ശത്രുവായിട്ടുള്ള അല്ലെങ്കിൽ പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ബലൂച്ച് ലിബറേഷൻ ആർമിക്ക് ഈ നാവിക സേനാ വിഭാഗം രൂപീകരിക്കാനുള്ള ശക്തി നൽകിയത് എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ഉയർന്നു വന്നിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു ചോദ്യം ഉയർന്നു വരുമ്പോൾ അഫ്ഗാനിസ്ഥാനാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ അഫ്ഗാനിസ്ഥാൻ ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇപ്പോഴിതാ പാക് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഇന്ത്യയാണ് ഇതിനു പിന്നിൽ, ഇന്ത്യയാണ് ബലൂചിസ്ഥാനെ സഹായിക്കുന്നത്, ഇന്ത്യ ബലൂചിസ്ഥാനോടൊപ്പം നിലനിൽക്കുന്ന അത്രയും കാലം നമുക്കൊരിക്കലും ബലൂചിസ്ഥാനെ പരാജയപ്പെടുത്താൻ സാധിക്കില്ല എന്നാണ് പാക് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഇപ്പോൾ പല ആൾക്കാരും എഴുതി പിടിപ്പിക്കുന്നത്. ട്വിറ്ററിലടക്കം വലിയ രീതിയിലുള്ള പ്രചരണമാണ് നടക്കുന്നത്. ബലൂചിസ്ഥാനെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല എന്നാണ് യഥാർത്ഥത്തിൽ പാകിസ്ഥാനിൽ നിന്നുള്ള വലിയ രീതിയിലുള്ള നിലവിളി ഉയരുന്നത്. ഇന്ത്യ ബലൂചിസ്ഥാന്റെ പിറകിലുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ബലൂചിസ്ഥാനോട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണമെന്ന് പാകിസ്ഥാനിലെ ചില ആൾക്കാർ തന്നെ പറയുന്നുണ്ട്. മറ്റു ചില ആൾക്കാർ ബലൂചിസ്ഥാനെ സമ്പൂർണ്ണമായി തകർക്കണമെങ്കിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തണമെന്ന് പറയുന്നുണ്ട്. അതിന്റെ താഴെ വരുന്ന കമന്റുകൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ പരാജയപ്പെടുത്തുക എന്നുള്ളത് ഈ ജന്മത്ത് പാകിസ്ഥാന് നടക്കാത്ത കാര്യമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഇതിനൊരു പരിഹാരം കണ്ടെത്തണമെന്നാണ് ഇപ്പോൾ പല ആൾക്കാരും അഭിപ്രായപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.